ഭരണഘടനയെക്കുറിച്ച് പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികളെല്ലാം അടിച്ചിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിന്റെ 1.5 മണിക്കൂർ പ്രസംഗം വളരെ വലിയ ഇമ്പാക്റ്റാണ് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിനുശേഷം അമിത്ഷായുടെ ഊഴമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു മാസ് പ്രസംഗം നടത്തിയിരിക്കുകയാണ് അമിത്ഷാ. അതേ ചൊല്ലിയുള്ള അലയൊലികളാണ് ഇന്നും നമ്മൾ പാർലമെന്റിൽ കണ്ടത്. അമിത്ഷായുടെ വാക്കുകൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് തന്നെയാണ് നമുക്ക് അമിത്ഷായുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ അമിത്ഷാ എന്താണ് പറഞ്ഞത് എന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് വരാം. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അംബേദ്കറെ കുറിച്ചുള്ളതാണ്. അംബേദ്കറെ കുറിച്ച് അമിത്ഷാ പറഞ്ഞത്, അംബേദ്കർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക്, അതായത് പ്രതിപക്ഷത്തിന്റെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത്. പോരെ പൂജം. അമിത്ഷാ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അംബേദ്കറെ ഫാഷൻ മോഡലായി ഇതാ BJP പോർട്രേ ചെയ്യുന്നു അല്ലെങ്കിൽ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ വിരുദ്ധരായിട്ടുള്ള പ്രതിപക്ഷം മുഴുവൻ ഒന്നിച്ചു ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പോരാത്തതിന് അംബേദ്കറെ കുറിച്ച് പഠിക്കൂ എന്ന് പോലും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അംബേദ്കറെ ഫാഷനായി കാണാതെ ആ സമയം ദൈവനാമം ഉരുവിട്ടാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുമെന്നും അമിത്ഷാ വളരെ ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അമിത്ഷായുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ നടത്തുന്നുണ്ടായിരുന്നു. അമിത്ഷായുടെ വാക്കുകളെ വളച്ചൊടിച്ചതുകൊണ്ട് തന്നെ BJPയും ഇന്ന് പാർലമെന്റിൽ പ്രതിഷേധം നടത്തുന്ന കാഴ്ച നമുക്ക് കണ്ടതാണ്. അമിത്ഷാ പിന്നെ പറഞ്ഞത് അംബേദ്കറെ കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് അമിത്ഷാ പറയുന്നുണ്ട്. പോരാത്തതിന് അമിത്ഷാ അവിടെ വലിയൊരു കൊട്ടു കൊടുത്തിരിക്കുന്നത് ഖാർഗെക്കാണ്. അതായത് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസിന്റെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹത്തെക്കുറിച്ച് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്, താങ്കൾ ഒരു ദളിതനാണ്. ഈ ദളിതനായിട്ടുള്ള താങ്കൾ, ഞാൻ അംബേദ്കറെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് താങ്കൾക്കും അറിയാം. എങ്കിലും താങ്കൾ എന്തിനാണ് ഈ ദളിത് വിരുദ്ധ കോൺഗ്രസിന്റെ കളിപ്പാവയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖാർഗെക്ക് BJPയിലേക്ക് വരാനുള്ളൊരു സൂചനയാണോ അത് എന്ന് പോലും നമുക്ക് വ്യാഖ്യാനിക്കാനുള്ള ഒരു വാക്കാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലെ കളിപ്പാവയാവുന്നതിൽ ഞങ്ങൾക്ക് വലിയ വലിയ വിഷമമുണ്ട് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഈ സംവരണ നിയമങ്ങളെല്ലാം എടുത്ത് നോക്കും, അതെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ കാലത്താണ് എന്നും അമിത്ഷാ പറയുന്നു. വേറൊരു കാര്യം കൂടെ ഖാർഗെയോട് അമിത്ഷാ മാസ് ഡയലോഗായി പറഞ്ഞിട്ടുണ്ട്. അതായത്, നിങ്ങൾ പറയുന്നു ഞാൻ രാജിവെച്ച് പോകണമെന്ന്. ഞാൻ രാജിവെച്ച് പോയാലും ഇല്ലെങ്കിലും ഇനിയും വരുന്ന 15 കൊല്ലവും നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പോരാത്തതിന് വലിയൊരു പ്രസ്താവന കൂടി അമിത്ഷാ ഇറക്കിയിട്ടുണ്ട്. അതായത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് AI യുഗമാണ്. ഈ AI യുഗമുള്ള ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹം പറയാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്ത് ജനങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. പോരാത്തതിന് നരേന്ദ്രമോദിയും ഇത് നേരത്തെ തന്നെ AI എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള അതിന്റെ അപകടകരമായ വിധമുള്ള സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു. ഗുജറാത്തിലെ ഗർഭ ഡാൻസ് പോലും ഞാൻ കളിച്ചിട്ടില്ല, അത് ഞാൻ കളിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് AI ഉപയോഗിച്ച് തന്റെ പ്രസ്താവനകൾ എഡിറ്റ് ചെയ്തു എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ചുകൂടാ എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, AI എന്ന് പറയുന്ന കാര്യം ഇത്ര അപകടമാണെങ്കിൽ മോദി ഇത് പറയുന്നതിന് പകരം അത് നിയന്ത്രിച്ചാൽ പോരെ എന്നുള്ളത്. അത് നിയന്ത്രിക്കാനുള്ള നടപടികളും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്ന് എടുത്തു കഴിഞ്ഞു. 2022 ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഫോറൻസിക് ലാബ് തുടങ്ങാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അമിത്ഷാ തന്നെയാണ് അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തത്. ആ ഫോറൻസിക് ലാബ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനെന്നുള്ളതാണ് ആ ലാബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ കേരളത്തിൽ നിന്നടക്കം 2000 പോലീസുകാർ അതിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും സൈബർ ഇടത്തിൽ നടക്കുന്ന തീവ്രവാദങ്ങൾ തടയാൻ എന്നുള്ളതായിരുന്നു ആ പോലീസുകാർ അവിടെ പോയി ആ ട്രെയിനിങ് എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 5000 പോലീസുകാരെ മിനിമം പരിശീലിപ്പിക്കും ഇതിന് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് ആദ്യം ഇത് തുടങ്ങിയത് ഛത്തീസ്ഗഡിലാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ അമിത്ഷാ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനിയും അതിനെയും കവച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് പല പുതിയ നീക്കങ്ങളുമായി രംഗത്തെത്തുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്ന് സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു, പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധം നടന്നു. രാഹുൽ ഗാന്ധിയെ ഉന്തി തള്ളി എന്നൊക്കെ പറഞ്ഞ് പുതിയ അടവുകളുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ BJP പറയുന്നത്, ഇവർക്ക് തിരിച്ചു പറയാൻ യാതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധവുമായി തൊണ്ട പൊട്ടുമാറ് അലറി ഇവർ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ജനങ്ങൾ വിചാരിക്കും എന്തൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് വലിയൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ പാപങ്ങളുടെ കണക്ക് എൻ്റെ പോക്കറ്റിലിരിപ്പുണ്ട്, എന്നെ കൊണ്ട് അത് പുറത്ത് എടുപ്പിക്കരുത് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഈ അംബേദ്കറെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അംബേദ്കറെ 2 തവണ നിർത്തി തോൽപ്പിച്ചത് നെഹ്റുവാണ്, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചിരിക്കുന്നത്. ഇതിനൊന്നും കോൺഗ്രസിന് മറുപടിയില്ല. എന്തായിരുന്നാലും സഭയിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ എല്ലാ വിഷയത്തിലും വെട്ടിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാനം അവർക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാണ് അംബേദ്കറെ ഫാഷൻ മോഡലായി അമിത്ഷാ അവതരിപ്പിച്ചു എന്നുള്ളത്. എന്നാൽ അതും വരും ദിവസങ്ങളിൽ ചീറ്റിപ്പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.